കോഴ്സിന്റെ 5ാമത്തെ ദിനമായിരുന്നു. വളരെ വൈകിക്കൊണ്ടിരിക്കുന്ന സമയമല്ലാതെ അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് സ്വാഗത പ്രസംഗം ദീർഘമായിട്ട് നീട്ടുന്നില്ല. അതുകൊണ്ട് ദിലീപ് സാറിനെ സംസാരിക്കാനായിട്ട് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. കാരണം 5 ദിവസമായി തുടങ്ങിയ പരിശീലന പരിപാടി വിജയകരമായി പൂർത്തിയാക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ ഇത് നല്ല രീതിയിൽ അതിനെ പഠിക്കുകയും അതിനുശേഷം അത് പാക്കിംഗ് വരെ എത്തിയതായി ഞാൻ നേരിൽ കാണുകയും സാധിച്ചു. കാരണം അതൊരു നിങ്ങളുടെ ഏറ്റവും വലിയൊരു വൻ വിജയം എന്ന് പറയാം. കാരണം ഇത്ര ദിവസം വേറെ എവിടെയും ഇത്ര നല്ല ട്രെയിനിങ് കിട്ടാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലം. പിന്നെ അത് മാത്രമല്ല, ഇത് ആറുമഞ്ചിനെ സംബന്ധിച്ചോളം ഈ ആറുമഞ്ചി വളരെ ഏറെ ഇത് ശരിക്കും പറഞ്ഞ റിസർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? 5 ദിവസം കൂടെ ഇപ്പോൾ മനസ്സിലായല്ലോ. നേരത്തെ കണ്ട ആറുമഞ്ചിയല്ല. നമുക്ക് എല്ലാത്തിലും എല്ലാ ടോപ്പിക്കിലും പുള്ളി ആറുമഞ്ചിക്ക് അത് വ്യക്തമായി പഠിച്ചിട്ടാണ് പറയുള്ളൂ. മറ്റുള്ള ആളുകൾ പറയുന്ന സമയത്ത് നിങ്ങളെ ട്രെയിനിങ് തന്നു, ഏകദേശം 5 ദിവസം കഴിഞ്ഞ് പറഞ്ഞുവിടാം. അതല്ല ആറുമഞ്ചി ചെയ്യുന്നത്. നിങ്ങളെ കൃത്യമായി പഠിപ്പിച്ച് ഇന്ന് 5 ദിവസം കഴിയുമ്പോൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ മൊത്തം ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞു അല്ലേ? ശരിയല്ലേ? കാര്യം നിങ്ങൾക്ക് ആർക്കൊന്നും തള്ളി പറയാൻ സാധിക്കില്ല. കാരണം ആറുമഞ്ചിനെ സംബന്ധിച്ചോളം ആറുമഞ്ചി എന്നോട് പറഞ്ഞത്, സാർ നമ്മൾ വെറുതെ ഒരു ക്ലാസ് കൊടുക്കുന്നതല്ല സാർ ചെയ്യേണ്ടത്, അവർക്ക് മാർക്കറ്റിങ്ങിനെ പഠിപ്പിക്കണം. എക്സ്പീരിയൻസ് ഉള്ള നേരത്തെ മറ്റേ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ വന്നിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ ബാങ്കിങ് സെക്ടറിനെ പറ്റിയിട്ട് കുറെ ക്ലാസ് ഇത് എടുക്കുന്നുണ്ട് സാർ. കാരണം അവർക്ക് അവരുടെ ഫെയിലിയർ എവിടേക്കാണ് സംഭവിക്കുന്നത് അതും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഇതെല്ലാം വേണം. ഒരു യഥാർത്ഥ ഒരു വ്യവസായം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഇനിയൊരു വ്യവസായമായി മാറാൻ പോവുകയാണ്. കാര്യം ഇന്നത്തെ 5 ദിവസത്തെ ഈ പാക്ക് ചെയ്തുകൊണ്ട് നിങ്ങളൊരു ആളില്ല, ഇനിയൊരു വലിയ വ്യവസായമായി മാറാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഖാദി ആൻഡ് വില്ലേജസ് കമ്മീഷൻ ഈ ട്രെയിനിങ്ങിലൂടെ ഗ്രാമീണ ജനങ്ങളിലേക്ക് എത്തിച്ച് ആ ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു പദ്ധതികൾ. 2 കാര്യങ്ങളാണ്. ഒന്ന് പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ബാങ്കിൽ ചെന്നാലും ബാങ്ക് ലോൺ തരാം. കഴിഞ്ഞ ദിവസം ഇത് കഴിഞ്ഞ് ഞാൻ കൊടുങ്ങല്ലൂർ പോയിരുന്നു. അവിടെ നമ്മുടെ ഡിസബിലിറ്റി കുട്ടികളുടെ അമ്മമാരും അവർക്കും കൂടിയിട്ട് ഒരു ഇതുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ അവിടെ ഈ ലഹരി മുക്ത എക്സൈസുകാരുടെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വ്യാപാരി വ്യവസായമാണ് സംഘടിപ്പിച്ചത്. അത് അനിത എന്ന് പറഞ്ഞ ഒരു മാഡമാണ് അത് സംഘടിപ്പിച്ചത്. അതിലൊരു 50-60 പേര് മുസ്ലിംസ് ആണ് കൂടുതലും അതിൽ വന്നിരിക്കും. കാരണം ഇന്നിപ്പോൾ അവർക്ക് ഈ നോയമ്പ് കാലങ്ങളിലായതുകൊണ്ട് അവർക്കൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അവര് എന്നാലും അത് പങ്കെടുത്തു. അപ്പൊ അതിൽ നമ്മുടെ അനിത മാഡം ഞാൻ എന്നോട് പറഞ്ഞു, മാഡം സാർ ഇരിക്കുകയാണ്. ഇല്ല, അത് നിങ്ങളുടെ പ്രോഗ്രാം അല്ലേ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തന്നെ അത് അനൗൺസ് ചെയ്ത് പറഞ്ഞു. ട്രെയിനിങ്ങിന്റെ കാര്യങ്ങൾ അനൗൺസ് ചെയ്തു. അതിലൊരു 50 ഈ 30 പെൺകുട്ടികള്, സാർ മാഡം ഞങ്ങൾക്കും ട്രെയിനിങ് വേണം, ഞങ്ങൾക്കും തുടങ്ങാൻ. അപ്പൊ അവര് പറഞ്ഞ ഒരു കാര്യം, ഈ ട്രെയിനിങ്ങിന് കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം ബാങ്കിൽ ചെന്നാൽ ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ചോദിക്കും. എക്സ്പീരിയൻസ് ചോദിച്ച് നമ്മൾ നാളെ പോയിട്ട് ബാങ്കിൽ പരിചയം ഉണ്ടായിരിക്കും. പിന്നെ എക്സ്പീരിയൻസ് എവിടെ? സർട്ടിഫിക്കറ്റ്, തെളിവ്. ഈ തെളിവാണ് ബാങ്കുകാർക്ക് ആവശ്യം. ബാങ്കിന് സർട്ടിഫിക്കറ്റ് ട്രെയിനിങ് എവിടെയെങ്കിലും നടത്തിയതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്കിന് അതേ രീതിയിൽ ലോൺ കൊടുക്കുള്ളൂ. ഈ പറയുന്ന പെൺകുട്ടികൾ ഇതേ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞ ഒരു വാക്ക്, സാർ ഞങ്ങളെല്ലാം ബാങ്കിലുകളിൽ ചെന്നു, ബാങ്ക് ലോൺ കയറി തരാറില്ല സാർ, ഞങ്ങൾക്ക് ട്രെയിനിങ് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര പേരുണ്ട്? അപ്പൊ അതിൽ 20 പേര് ട്രെയിനിങ്, ഞങ്ങൾക്ക് ട്രെയിനിങ്ങിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പേപ്പർ മേക്കിംഗ്, പേപ്പർ ബാഗ് അങ്ങനെ ഐറ്റംസ് ഒക്കെയാണ്. അതുകൊണ്ട് അത് ബാക്കി പറഞ്ഞ ഒരു 5 പേര് പറഞ്ഞു, സാർ ഞങ്ങൾക്ക് അടുത്ത മറ്റേ മസാല മേക്കിങ്ങിന്റെ ഒരു കോഴ്സും കൂടി കിട്ടിയാൽ ഞങ്ങൾക്ക് സാർ. 5 പേര് ഇപ്പോൾ അടുത്ത ആഴ്ച ഞങ്ങൾ നടത്തറ ക്യാമ്പസിൽ, ഇവിടെ ക്യാമ്പസിൽ തന്നെ ട്രെയിനിങ് സെന്റർ ഉണ്ട്, അതിൽ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർ 5 പേര് അവിടെ വരുന്നു. പിന്നെ ഒരു 5 പേര് പറഞ്ഞു, സാർ ഞങ്ങൾക്ക് കമ്പ്യൂട്ടറിന്റെ ട്രെയിനിങ് വേണം. കമ്പ്യൂട്ടർ പറഞ്ഞപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതല്ല, അത് വേറെ ഒരു 3 മാസം കോഴ്സൊക്കെയാണ്. അപ്പോൾ 3 മാസം കോഴ്സൊക്കെയാണ് അവർക്കാണ്ട് ഇതാണ്. ഈ 25 പേരും റെഡിയായി വന്നിരിക്കുക. ജനങ്ങൾക്ക്
എന്താണ് അറിയാത്ത ഒരു കാലഘട്ടങ്ങളാണ്. അതെങ്ങനെ ഈ പറയുന്ന ആർവഞ്ചീനെ പോലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പിന്നെ അവരുടെ അറിവ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഈ അറിവുകൾ എത്തിയാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി പുതിയതായ ഒരു നോളേജ് അറിവ് വന്നാൽ മാത്രമേ നമുക്കൊരു വ്യവസായം തുടങ്ങാൻ പറ്റൂ. ഈ വ്യവസായത്തിന്റെ ഏറ്റവും ഫെയിലിയർ വരുന്നത് നേരത്തെ പറഞ്ഞ നമ്മുടെ കബീർജി പറഞ്ഞ പോലെ. കാരണം ആള് പറഞ്ഞൊക്കെ ഞാൻ കുറച്ച് ശ്രദ്ധിച്ചു. നേരത്തെ ആ ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് പുള്ളി വ്യക്തമായിട്ട് പഠിച്ച് പിന്നെ ഒരു വ്യക്തിയാണ്. കാരണം നമുക്ക് ഇങ്ങനെയുള്ള ആളുകളെയാണ് നമുക്ക് ആവശ്യം. അതേപോലെ ഈ ഇത്രയും പരിജ്ഞാനമുള്ള ആളുകളെ നമുക്ക് കിട്ടി. ഇത് വലിയൊരു ഇന്നത്തെ ഒരു ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരിക്കലും അത് മറക്കില്ല. കാര്യം പറഞ്ഞാൽ ഇതുപോലൊരു ട്രെയിനിങ് കിട്ടില്ല. ഈ 5 ദിവസം എന്ന് പറഞ്ഞാൽ 5 ദിവസം കൊണ്ട് ഒരു ട്രെയിനിങ് ആവില്ല. സത്യം ഒരു ബേസിക് കോഴ്സ് എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടായി, നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുന്നു, റിസർച്ച് ചെയ്യുന്നു, മാർക്കറ്റ് ഇതെല്ലാം നമ്മൾ പഠിച്ച ജീവിതത്തിൽ ഒരു പഠിച്ചതുകൊണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് കയറാൻ പറ്റുള്ളൂ. ഈ ഒരു ബേസിക് കോഴ്സാണ്. അപ്പൊ അതൊരു പഠിച്ചതിൽ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു എല്ലാവരും ഒരു ഏകദേശം ഒരു ഏജ് ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് സാമ്പത്തികമാണ് ആവശ്യം അല്ലേ? എല്ലാവരും സാമ്പത്തികമാണ് ആവശ്യം. അപ്പൊ എന്ത് ചെയ്യും? ഒരു കടയിൽ പോയി നിന്ന് കിട്ടുന്ന കാശും ഒരു ഷോപ്പിൽ നിന്ന് കിട്ടുന്ന കാശല്ല, നമ്മൾ സ്വന്തമായിട്ട് കിട്ടുന്നു. സർക്കാർ അതിനൊരു ട്രെയിനിങ് തരുന്നു. അതേപോലെ തന്നെ വ്യവസായം തുടങ്ങി സബ്സിഡിയോടുകൂടി ലോണോടുകൂടി ബാങ്ക് ലോണോടുകൂടി സബ്സിഡി വ്യവസായം തുടങ്ങും. അപ്പൊ അത് മാക്സിമം നമ്മൾ ഉപയോഗിക്കാം. ആർക്കും ഇതുപോലെ പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ നിങ്ങൾ ഇത് വായിച്ചോ? എല്ലാവരും വായിച്ചിരുന്നോ? കാരണം വായിച്ചിട്ട് നിങ്ങൾ ഒന്നും കൂടി 4-5 പ്രാവശ്യം വായിച്ചു നോക്കൂ. കാരണം ഇത് വളരെ സുതാര്യമായി തുടങ്ങാൻ പറ്റിയ ഇതേ PMGP തുടങ്ങിയ അതേ RMG ആണ്. അന്ന് REGP PMGP REGP അന്ന് REGP 2008 മുമ്പ് REGP PMROI പ്രൈം മിനിസ്റ്റർ PMROI സ്കീമുണ്ട്. അത് PMROI ജില്ലാ വ്യവസായ കേന്ദ്രവും ഈ REGP ഖാദി ബോർഡും ഖാദി കമ്മീഷനും കൂടി നടപ്പാക്കുന്ന ഒരു ഇതായിരുന്നു. ഈ REGP 2008 ഈ രണ്ടും കൂടിയിട്ട് PMEGP എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം. ഇതിലാണ് നമ്മൾ 25% മുതൽ 35% വരെ ലോണ് സബ്സിഡി കൊടുക്കുന്ന ഒരു പദ്ധതി. ഇത് പ്രധാനമന്ത്രിയുടെ സ്കീമാണ്. പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ എംപ്ലോയ്മെന്റ് ജനറേറ്റിംഗ് ആണ്. എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായം തുടങ്ങിയാൽ അവിടെ ആ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതിനെയാണ് ജനറേറ്റിംഗ് എന്ന് പറഞ്ഞത്. അതിനുവേണ്ടിയുള്ള സാമ്പത്തിക സഹായമാണ്. അല്ലാതെ സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം അല്ല. ഇത് എംപ്ലോയ്മെന്റ് ജനറേറ്റിംഗ് സ്കീം. രാജ്യത്ത് തൊഴിലില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനറേറ്റീവ് സ്കീമാണ്. ഇതിനു വേണ്ടി ഒരു പ്രോത്സാഹനമായിട്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സ്കീമിന് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇത് നേരത്തെ പറഞ്ഞ പോലെ കൊടുങ്ങല്ലൂരിലെ കുട്ടികൾ പറഞ്ഞ പോലെ, സാറേ ഞങ്ങൾ ബാങ്കിൽ ചെല്ലുമ്പോൾ സാറേ ഞങ്ങൾക്ക് ലോൺ തരുന്നില്ല എന്ന് പറഞ്ഞില്ലേ, സർട്ടിഫിക്കറ്റ് എവിടെ ഇരിച്ചു? സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിക്കുന്നതിന് മാത്രമല്ല, ഞാൻ പറയും ഇങ്ങനെ സ്കീമും കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞ വാക്കിന് സാർ പറഞ്ഞത് ഇത്രയും ഒരാൾ ഇതുവരെ ഞങ്ങൾക്ക് ഇതുവരെ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഇതുവരെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഒരുപാട് പല ഗവൺമെന്റ് സ്കീമുകൾ, സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീമുകളെല്ലാം ഉണ്ട്. വരുന്നത് ഞങ്ങൾ പോകുന്ന അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നത്, ഊണ് കഴിക്കുന്നത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. ഞങ്ങൾക്ക് ഇതുവരെ ആദ്യമായിട്ട് അങ്ങനത്തെ അനുഭവം കിട്ടിയത്. കാര്യം ഇന്ന് കഴിഞ്ഞ് നിങ്ങൾ ഈ ഇത്രയും പേര് 15 പേരിൽ ഈ ഒരു എന്റെ അറിവിൽ ഒരു 10 പേരെങ്കിലും ഇത് തുടങ്ങിയിരിക്കുന്നത് എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം നിങ്ങളൊരു ദൃഢനിശ്ചയത്തോടെ വന്നിരിക്കും. പല ആളും പല കാര്യം ഇത് ആ കുട്ടിയടക്കം മറ്റേ അങ്കണവാടി ടീച്ചർ അങ്ങനെ അവര് ഒരു അഗ്രികൾച്ചറിന്റെ പ്രൈവറ്റ് ആണെങ്കിൽ അവര് വ്യവസായം തുടങ്ങിയിട്ട് ഇരിക്കുന്ന ആള്, ഏറ്റവും പുറകിൽ ആ കുട്ടി തോട്ടുംപള്ളിയിലുള്ള പയ്യൻപാവക്കോട്, ഇതെല്ലാം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. കാരണം സാമ്പത്തികമാണ് പ്രശ്നം അല്ലേ? ഈ സാമ്പത്തികമായിട്ട് വരുന്ന സമയത്ത് എന്താ ഉദ്ദേശം? ഈ പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ എന്നൊരു സ്കീം നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നു. ആ സ്കീം പ്രകാരം നിങ്ങൾക്ക് ബാങ്ക് ലോൺ തരുന്നു. ബാങ്ക് ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ബാങ്കിൽ പോവുക. നാഷണൽസ് ബാങ്ക് ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. കാരണം ഞാൻ മറ്റുള്ള ബാങ്കുകൾ ഉണ്ടെങ്കിലും നാഷണൽസ് ബാങ്ക് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് ആദ്യം പോയി മാനേജറിനെ ആദ്യം കാണാം. ഈ 1 മണി വരെ 2 മണി വരെ അവരെ കാണാതിരിക്കുക. ഒരു 3 മണിയോ 4 മണിക്ക് ചെന്ന് ബാങ്ക് മാനേജർ ഈ പേപ്പറും കൂടി ചെന്ന് പോകണം. മനസ്സിലാവും? ഈ പറയുന്ന സാധനം ഇത് നിങ്ങളുടെ കയ്യിൽ വേണം. എന്നാലേ അവർക്ക് PMGP എന്ന് പറഞ്ഞാൽ അറിയത്തുള്ളൂ. ഇത് പ്രകാരം നിങ്ങൾക്ക്
CGTMSE സ്കീമിൽ 10 ലക്ഷം രൂപ വരെ ഡോക്യുമെന്റ്സ് ഇല്ലാതെ മറ്റേ ലോൺ തരും. കാരണം അപ്പോൾ നിങ്ങൾക്ക് ഡോക്യുമെന്റ്സിന്റെ ആവശ്യമില്ല CGTMSൽ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള അനുസരിച്ച് 10 ലക്ഷത്തിൽ താഴെ ചേട്ടൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ, ഇദ്ദേഹം പറഞ്ഞ പോലെ ഞാനൊരു ചെറിയൊരു ലോൺ ചെറുത് എടുത്താൽ മതി. ചെറുതെടുക്കുക ഒരു 5 ലക്ഷം രൂപ വരെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 3 ലക്ഷം രൂപ വരെ. അതെങ്ങില്ലാണ്ട് ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം പകുതി കയ്യിന് വികലാംഗരെ പോലെയുള്ള ആ ഒരു സ്റ്റേജായി മാറും. മിഷൻ പകുതി ഉണ്ടാവില്ല, കുറെ സാധനങ്ങളില്ലാതെ മാറും. അപ്പൊ ഒരു ചെറിയെങ്കിലും ഒരു ലോണ് ഒരു 5 ലക്ഷം മുതൽ ഒരു 3 ലക്ഷം അങ്ങനെയുള്ള നിങ്ങൾക്ക് പറ്റും. അത് നിങ്ങൾ ബാങ്ക് അത് ആദ്യം നിങ്ങൾ സ്റ്റഡി ചെയ്യണം. കറക്റ്റായിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്യണം. എവിടെ നിന്നെല്ലാം മിഷനറി കിട്ടും ആദ്യം പഠിക്കണം. അതൊരു വലിയ ഡ്രോബാക്കാണ്. ഇതിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. കാരണം ഈ മിഷനറി സപ്ലൈസ് എന്ന് പറഞ്ഞ ആളുകൾ ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. നിങ്ങൾ പോകാൻ ഇതിനകത്ത് കൊണ്ട് വീഴ്ത്തും. അപ്പോൾ നിങ്ങളൊരു 3, 4, 5 മിഷനറി സപ്ലൈസിനെ കണ്ട് ഇപ്പൊ തന്നെ അടിച്ചു കൊടുത്താൽ ഇഷ്ടംപോലെ കിട്ടും. അതുപോലെ നമ്മുടെ അറുവഞ്ചി അതിനെ കൂടുതലും പറഞ്ഞു തരും. കാരണം ഇതിനേക്കാളും കൂടുതൽ പുള്ളിക്ക് മറ്റേ അറുവഞ്ചിക്കാണ് ഇതിനെ കൂടെ അറിവുള്ളത്. അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങൾ ആദ്യം മെഷീനറി കൊട്ടേഷൻ ആദ്യം വാങ്ങിച്ച ശേഷം നിങ്ങളുടെ ബാങ്ക് മാനേജറെ ഇത് കാണുക. അതിനുശേഷം ബാങ്ക് മാനേജറിന്റെ അടുത്ത് പറയും, സാർ ഞങ്ങൾക്കൊരു ലോൺ ഉണ്ട്, സബ്സിഡിയോടെ ലോൺ വരുന്നുണ്ട്, ഞങ്ങൾക്കൊരു വ്യവസായം തുടങ്ങുന്നു, ഞാൻ ഈ സ്കീമിനെ പറ്റിയിട്ട് ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ വ്യക്തമായിട്ട് പഠിച്ചു, മാർക്കറ്റിംഗ് അടക്കം ഒരുവിധം പഠിച്ചിട്ടുണ്ട്, ഇനി കുറച്ചും കൂടി പഠിക്കുന്നുണ്ട്, അപ്പം എനിക്കൊരു ചെറിയ ലോൺ തരണം സാർ എന്ന് പറയും. അപ്പോൾ സാറ് പറയും നിങ്ങൾ എവിടെ സ്ഥലം, അതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ പറയും നിങ്ങൾ ശരി, നിങ്ങൾ പാസ്ബുക്ക് ഉണ്ടോ ചോദിക്കും. സാർ ഈ ബാങ്കിൽ പാസ്ബുക്ക് ഉണ്ട്. അപ്പോൾ പറയും ഒരു 2-3 അത് പറയും തിരക്കാണ്, ഇങ്ങനെ പറയാം തിരക്കാണ്, അപ്പോൾ അതൊരു 2-1 കഴിഞ്ഞിട്ട് വാ പറയും. അപ്പോൾ എന്തിനാണ് ഒരാഴ്ച സമയം ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങളെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളുടെ ഏരിയയിൽ അവർ ഒന്ന് എൻക്വയറി നടത്തും. കാരണം നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവണ്ടേ. കാരണം ഇന്നെല്ലാം ഒരുപാട് പൈസ തിരിച്ചെടുക്കാത്ത ആളുകളാണ് കൂടുതൽ വരുന്നത്. കാരണം അതുകൊണ്ട് അവർ ഒരു സ്റ്റഡി നടത്തും. നിങ്ങൾ റീപേയ്മെന്റ് ഉണ്ടോ എന്നുള്ള രീതിയിലാണ് അവർ സ്റ്റഡി നടത്തും. ആ സ്റ്റഡി നടത്തി കഴിഞ്ഞ് ശേഷം പിന്നെ നിങ്ങളെ തന്നെ തിരിച്ചെന്നെ വിളിക്കും, ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ച്. കാരണം ഇപ്പൊ ആരാണ് നിങ്ങളെ പേരാന്ന് പറയാം, എന്റെ പേരെന്താ? പ്രേമ, നിങ്ങൾ വന്നോളൂ, ബാങ്കിൽ വെച്ച് ബാക്കിയുള്ള പേപ്പേഴ്സ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി പറയും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് പറഞ്ഞാൽ അത് ബാങ്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ ഉടനെ PMGP എന്നുള്ള സൈറ്റ് ഉണ്ട്. PMGP സൈറ്റിൽ ചെന്നിട്ട് ഒരു 3 ഏജൻസി ഉണ്ടാവും. KVIC ഇതിൽ എഴുതിയിട്ടുണ്ട്, KVIC, DIC, ഖാദി ബോർഡ്, അങ്ങനെ 3 ഏജൻസി ഇതിനകത്തുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഏത് ഏജൻസിയാണ് തിരഞ്ഞെടുക്കുന്നത്? ഖാദി ബോർഡ് ആണെങ്കിൽ പാലക്കാട്, ഖാദി കമ്മീഷന്റെ ഓഫീസ് ആണെങ്കിൽ തിരുവനന്തപുരത്താണ്, ജില്ലാ വ്യവസായ തന്നെ പാലക്കാട്, മറ്റേ സിവിൽ സ്റ്റേഷന്റെ പുറകിലാണ് അവരുടെ ഓഫീസ്. അപ്പൊ നിങ്ങൾക്ക് ഒന്നിൽ ഖാദി ബോർഡ് കയറാം, ചെയ്യുക, അല്ലെങ്കിൽ ഖാദി കമ്മീഷൻ ആകുമ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്തുള്ള ഓഫീസാണ് കൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം എന്താ, ഓൾ ഇന്ത്യ നോഡൽ ഏജൻസിയാണ് KVIC. അതുകൊണ്ട് എന്റെ തന്നെ വരണമെന്ന് ഞാൻ നിർബന്ധിക്കാൻ പറ്റത്തില്ല. കാരണം ഓൾ ഇന്ത്യ നോഡൽ ഖാദി ആൻഡ് വില്ലേജസ് കമ്മീഷനാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് അതിൽ ടിക്ക് ചെയ്ത ശേഷം പിന്നെ അടുത്തത് ചോദിക്കുന്നത് ആധാർ കാർഡ് ചോദിക്കും. ആധാർ കാർഡിന്റെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ പേര് അടിച്ചു കഴിഞ്ഞാൽ അത് ഐഡന്റിഫിക്കേഷൻ ആയിക്കഴിയും. പിന്നെ പറയുന്ന ഡോക്യുമെന്റ്സുകളെല്ലാം അതിൽ വരുന്നുണ്ട്. പാൻ കാർഡ്, പിന്നെ അത് കഴിഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെ വരും. ഒരു ലൈൻ ഓപ്പൺ ആക്കി തന്നെ കാണാൻ പറ്റും. അതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ചോദിക്കുന്നത് 4 ഡോക്യുമെന്റ്സ് ചോദിക്കുന്നുണ്ട്. ഒന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, 3 മറ്റേ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ റൂറൽ ഏരിയ സർട്ടിഫിക്കറ്റ് നേരത്തെ കഴിഞ്ഞ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ പറഞ്ഞു, ഒരു വാർഡ് മെമ്പറിനെ കൊണ്ട് ഇന്ന ഏരിയ തുടങ്ങുന്ന ഏരിയ ഗ്രാമപഞ്ചായത്ത്, അത് ഇതെല്ലാം കൂടി നേരത്തെ തന്നെ ഓരോ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്ലോഡ് എല്ലാം കഴിഞ്ഞാൽ സെക്കൻഡ് ഇതിലേക്ക് വരുന്ന സ്റ്റേജിൽ ഈ സ്കോർ കാർഡ് എന്ന് പറയുന്ന ഉണ്ട്. അതിൽ നമ്മൾ മാർക്കിന്റെ അടിസ്ഥാനമുണ്ട്. സർവീസ് ഇൻഡസ്ട്രിക്ക് 50%. ഇത് 2 സെക്ടറാണ്. ഒന്ന് സർവീസ് സെക്ടറും മാനുഫാക്ചറിങ് സെക്ടറും. സർവീസ് സെക്ടർ ആണെങ്കിൽ നമുക്ക് 5-ാം ക്ലാസ് മറ്റേ 5 ലക്ഷത്തിന്റെ രൂപ വരെ മുതലെടുക്കുകയാണെങ്കിൽ, മറ്റേ ലോൺ പ്രോജക്റ്റ് തുടങ്ങുകയാണെങ്കിൽ 8-ാം ക്ലാസ് വരെ പാസ് വേണ്ട. 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 8-ാം ക്ലാസ് പാസ് വേണം. അതുപോലെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ 10 ലക്ഷം വരെ നമുക്ക് എഡ്യൂക്കേഷൻ ഒരു 8-ാം ക്ലാസ് താഴെ മതി.
പിന്നെ 10 ലക്ഷത്തിന്റെ മുകളിൽ 50 ലക്ഷം വരെയാണെങ്കിൽ 8ാം ക്ലാസ് പാസ്സുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം. ഇതാണ് എഡ്യൂക്കേഷന്റെ നിബന്ധന വച്ചിരിക്കുന്നത്. പിന്നെ അതിനുശേഷം ഈ സ്കോർ കാർഡിനകത്ത് നമ്മൾ കയറി അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ മറ്റേ ഫസ്റ്റ് റേഷൻ കാർഡ്, പിന്നെ ID കാർഡ്, പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, പിന്നെ ബാങ്ക് പാസ്ബുക്ക്, ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട്, പിന്നെ ഇൻഷുറൻസ് ഏതെങ്കിലും ഉണ്ട് ഇൻഷുറൻസ്, പിന്നെ സ്കിൽഡ് ഡെവലപ്മെന്റ് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇതിനകത്ത് ചോദിക്കുന്നത്. അതെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതാത് ഏജൻസിന്റെ അവിടേക്ക് ഓട്ടോമാറ്റിക്കലി അത് ജനറേറ്റ് ചെയ്ത് പോകും. പോയ ശേഷം അതായത് ഡിപ്പാർട്ട്മെന്റുകാർ വിളിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ കുട്ടീനോട് പറയും, നിങ്ങൾ അവിടെ വല്ലേ എന്തെല്ലാം ചോദിച്ച് ഡിപ്പാർട്ട്മെന്റ് ഖാദി ബോർഡ് ആണെങ്കിൽ ഖാദി ബോർഡ്, DAC ആണെങ്കിൽ DAC, ഖാദി കമ്മീഷനാണ് ഖാദി കമ്മീഷൻ വിളിച്ച് ചോദിച്ച് നിങ്ങൾ ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ അവർ പറയും മറ്റേ ഇതും കൂടി അപ്ലോഡ് ചെയ്യും. ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് മീൻസ് ഈ പ്രോജക്ട് റിപ്പോർട്ട് അങ്ങനെയെല്ലാം എൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എല്ലാം എടുത്ത് അതായത് ഏജൻസിക്ക് നേരിട്ട് KVC ആണെങ്കിൽ നേരിട്ട് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഖാദി ബോർഡ് ആണെങ്കിൽ DAC ആണെങ്കിൽ പാലക്കാട് ഓഫീസിലേക്ക് അവരുടെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റേ ബാങ്കിലേക്ക് അവർ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് ആണ്, പിന്നെ ബാങ്കിന്റെ റോളാണ് മൊത്തം ഉള്ളത്. ബാങ്ക് വരെ പറയും ബാങ്ക് നിങ്ങൾ സാങ്ഷൻ ഒരു EDP ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ 5 ലക്ഷം രൂപ വരെ മുതൽ പ്രോജക്റ്റ് ഉള്ള ആളുകൾക്കാണെങ്കിൽ 5 ദിവസത്തെ ട്രെയിനിങ്ങും, 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 10 ലക്ഷത്തെ EDP ട്രെയിനിങ്. അത് ഓൺലൈൻ ബാക്കിയുള്ളവരും ഡിപ്പാർട്ട്മെന്റ് വരെ പറഞ്ഞു തരും. ഇപ്പോൾ കാത്തിപ്പോട്ടാൻ DAC ആണെങ്കിൽ DAC ആണെങ്കിൽ പറഞ്ഞുതരും. ഓൺലൈൻ ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം നമുക്കുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഒരു 10 ദിവസം 11 ദിവസത്തെ ക്ലാസ് ആണ്. അതിനകത്ത് 10 ദിവസത്തിന്റെ അകത്ത് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മലയാളത്തിൽ റീജിയണൽ ലാംഗ്വേജ് ഹിന്ദി ഓർ ഇംഗ്ലീഷ് ഓർ പറയുന്നുണ്ട്. അതിൽ ഏതാണ് ഒപ്റ്റേറ്റ് നമുക്ക് അതിൽ ചോദിക്കാം. ഇംഗ്ലീഷും ഹിന്ദിയാണ് ചോദിക്കുന്നത് കൂടുതലും. അപ്പൊ അത് നമുക്ക് അറിവുള്ള ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു 10ാം ദിവസം ആ സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലോഡ് എടുക്കാം. നമ്മുടെ ഈ മെയിലിൽ വരും. മെയിലിൽ നമുക്ക് അപ്ലോഡ് ചെയ്തെടുത്ത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്ത ശേഷം ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കുകാർ അത് അവരുടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും. ബാക്കി പിന്നെ ബാങ്ക് മാനേജർ ഫസ്റ്റ് തന്നെ എമൗണ്ട് റിലീസ് ചെയ്യും. ഫസ്റ്റ് എമൗണ്ട് മീൻസ് മറ്റേ മിഷനറിക്ക് വേണ്ടിയുള്ള ലോണ് റിലീസ് ചെയ്ത് ഫസ്റ്റ് തന്നെ അന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം ബാങ്ക് മാനേജർ പോർട്ടലിൽ ഇന്ത്യൻ ബാങ്കാണ് നോഡൽ ഏജൻസി, നോഡൽ ബാങ്ക്. അപ്പൊ ആ ഇന്ത്യൻ ബാങ്കിലേക്ക് ബാങ്കുകാർ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ വന്ന ഉടനെ തന്നെ ഞങ്ങളുടെ മുംബൈയിലുള്ള ഓഫീസിലേക്ക് അത് എത്തി ഈ ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫിക്കേഷൻ ചെയ്യും. എല്ലാ ഡോക്യുമെന്റ്സ് ഒറിജിനൽ ആണെന്നുള്ളത് അവിടെ വെരിഫിക്കേഷൻ ചെയ്ത ശേഷം എല്ലാം ക്ലിയർ ആണെന്ന് കഴിഞ്ഞാൽ നേരെ ബാങ്കിലേക്ക് തന്നെ കൊടുക്കും. ഇപ്പോൾ എത്രയാണ് രൂപ നമുക്ക് സബ്സിഡി എന്നുള്ളത്, സബ്സിഡി മറ്റേ ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടി ബാങ്കിലേക്ക് കൊടുക്കും. ബാങ്കുകാർ അത് നേരെ ആ ഇന്ത്യൻ ബാങ്കുകാർ നിങ്ങളുടെ പാലക്കാടുള്ള കാനറ ബാങ്കിലാണ്, കാനറ ബാങ്കിലേക്ക് സബ്സിഡി അയച്ചു കഴിഞ്ഞാൽ 3 വർഷം വരെ ആ ബാങ്കിന്റെ കാലാവധിയാണ്. അത് കഴിഞ്ഞ് തേർഡ് പാർട്ടി ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞൊരു ടീമാണ്. അതാണ് ഈ വർഷത്തെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വന്ന് യൂണിറ്റ് ലെവൽ ഇൻസ്പെക്ഷൻ നടത്തി വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് അത് ബാങ്ക് മാനേജറിന്റെ ഒരു ബാങ്ക് ഫോർമാറ്റ് ഉണ്ട്, പിന്നെ തേർഡ് പാർട്ടിന്റെ കയ്യിൽ ആ ഫോർമാറ്റ് ഫില്ലപ്പ് ചെയ്ത് ബാങ്ക് മാനേജറും ആരാണ് പിന്നെ യൂണിറ്റിന്റെ ഉടമസ്ഥൻ അയാളോട് സൈനൊക്കെ ചെയ്ത് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യും. അപ്പൊ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഏജൻസിയിലാണോ തുടങ്ങിയിരിക്കുന്നത് ആ ഏജൻസിക്ക് കയ്യിൽ ഓപ്പൺ ആക്കിയാൽ അവർക്ക് ലഭിക്കും. അങ്ങനെ അത് 3 വർഷം കഴിഞ്ഞതിന് അഡ്ജസ്റ്റ്മെന്റ് ലെറ്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ അഡ്ജസ്റ്റ്മെന്റ് ലെറ്റർ ബാങ്കിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ബാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ സബ്സിഡി തുക നിങ്ങളുടെ ലോൺ എമൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ബാക്കി എമൗണ്ട് വരുന്ന പൈസ നിങ്ങളുടെ സ്വന്തം പൈസ ബാങ്കിലേക്ക് അടയ്ക്കുക. അത് ബാങ്കിന്റെ കാലാവധി 5 വർഷം മുതൽ 7 വർഷം വരെയാണ് ബാങ്കിന്റെ ലോണിന്റെ കാലാവധി. ഓരോ സ്കീം അനുസരിച്ച് ബാങ്ക് മാനേജറാണ് തീരുമാനിക്കുന്നത്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ബാങ്ക് അടച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളത് തീർന്നു കഴിഞ്ഞാൽ ഇത് മാക്സിമം 3 വർഷം കഴിയുമ്പോഴേക്കും ബാങ്കുകാർ മാക്സിമം അടുപ്പിക്കും. കാരണം എന്താ പറഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് എല്ലാവർക്കും പേടിയാണ്. അതുകൊണ്ട് എല്ലാവരും 3 വർഷം കൊണ്ട് തന്നെ മാക്സിമം അടുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചോദിക്കും നിങ്ങൾക്ക് സെക്കൻഡ് ലോൺ വേണോ. സെക്കൻഡ് ലോണിന് ഞങ്ങൾ മിഷനറിക്ക് 15% വരെ നിങ്ങൾക്ക് ഇത് കിട്ടാം. പുതിയൊരു മിഷനറി വാങ്ങിക്കാനുള്ള അതിനും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കിട്ടും. അതൊരു 15% സബ്സിഡി കിട്ടുള്ളൂ. മിഷനറിക്ക് മാത്രമേ ഉള്ളൂ, വർക്കിംഗ് ക്യാപിറ്റലിൽ കിട്ടത്തില്ല. ഇതാണ് സ്കീം.
അപ്പൊ ഇത് വേണ്ടത് നമുക്ക് എംപ്ലോയ്മെന്റ് ജനറേഷൻ നേരത്തെ പറഞ്ഞ പോലെ 3 ലക്ഷം രൂപ മുതൽ മുടക്കുമ്പോൾ ഒരാൾക്ക് തൊഴിൽ കൊടുക്കണം. അതാണ് നിബന്ധന. ഈ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ പറയും ഞങ്ങളുടെ ഭാഗത്തിൽ ഞങ്ങൾ കയറി വരുന്നു. 3 ലക്ഷം രൂപ മുതൽ മുടക്കും. ഒരു 10 ലക്ഷം രൂപ പ്രോജക്റ്റ് ആണെന്ന് വെച്ചാൽ 8 ലക്ഷം രൂപ വരെയുള്ള 8 ലക്ഷം രൂപയാണെങ്കിൽ എത്ര ആൾക്ക് തൊഴിൽ വേണം പറയും? 10 ലക്ഷം ആണെങ്കിൽ 4 പേര് വരെയുണ്ട്. നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിന് 2 ലക്ഷത്തിന് എംപ്ലോയ്മെന്റ് ആവശ്യമില്ല. ഈ ബാക്കി വരുന്ന ഈ 3 കഴിഞ്ഞിട്ട് 9 ലക്ഷം അത് വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് 3 ആൾക്ക് തൊഴിൽ കൊടുക്കണം. 8 ലക്ഷം ആണെങ്കിലും അത് 9 ലക്ഷം ആണെങ്കിലും അതിന് നമുക്ക് 3 പേർക്ക് തൊഴിൽ കൊടുക്കും. ഇതാണ് നിബന്ധന വെച്ചിരിക്കുന്നത്. കാരണം എംപ്ലോയ്മെന്റ് ജനറേഷൻ അവിടെയാണ്. അപ്പൊ എന്താ ഈ സർക്കാരിന്റെ കണക്കിനനുസരിച്ച് എന്ത് പറഞ്ഞു? സർക്കാർ 3 പേർക്ക് അവിടെ തൊഴിൽ കിട്ടി. കാരണം തൊഴിൽ എടുക്കാൻ നമ്മുടെ വീട് ബെനിഫിഷ്യറി അവരുടെ ഭാര്യ മക്കൾ ആരുമാണെങ്കിലും ചേർത്താൽ വെളിയിൽ നിന്ന് ആളുകളിൽ വെച്ച് എംപ്ലോയ്മെന്റ് കാണിക്കാൻ പറ്റും. കാരണം ഇപ്പൊ മനസ്സിലായില്ലേ, എംപ്ലോയ്മെന്റ് ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റ് സർക്കാരിന്റെ കണക്ക്. ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഗവൺമെന്റ് സ്റ്റാഫ് അത് അങ്ങനെയുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള വ്യവസായങ്ങളിൽ തുടങ്ങുമ്പോൾ സബ്സിഡിയോട് കൂടെ കൊടുത്ത് രാജ്യത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി വ്യവസായങ്ങളിൽ കൂടെ അവിടെ എംപ്ലോയ്മെന്റ് ഉണ്ടാക്കി സ്ഥിരം തൊഴിലാക്കി. മനസ്സിലായോ? അതിനു വേണ്ടിയിട്ടാണ് പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ സ്കീമിന്റെ ഉദ്ദേശം. കാര്യം സർക്കാർ തീരുമാനിക്കുമ്പോൾ സർക്കാർ മാത്രമല്ല, ഇത് മിനിസ്ട്രി RBIയും കൂടി ഇരുന്നിട്ടാണ് ഈ സ്കീമുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം ഒരു ഭാഗത്ത് ബാങ്ക് ലോൺ, ഒരു ഭാഗത്ത് സബ്സിഡി. മനസ്സിലായോ? ഒരു ഭാഗത്ത് ലോൺ തരുന്നു, അത് ബാങ്കിന്റെ ഭാഗത്ത് സബ്സിഡി KVIC തരുന്നു. മനസ്സിലായോ? ഇങ്ങനെയാണ് ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സ്കീം നടപ്പാക്കുമ്പോഴുള്ള 2 ഭാഗത്തും കൂടെയുള്ള ഒരു പദ്ധതികൾ. കാരണം ഇതിനകത്ത് കുറച്ച് നെഗറ്റീവ് ഉണ്ട്. ഗാന്ധിസത്തിന്റെ അനുവായിട്ടുള്ള കേസ്. ഗാന്ധി പറഞ്ഞത് മറ്റേ സിഗരറ്റ്, ബീഡി, മറ്റുള്ള വസ്തുക്കൾ, പിന്നെ അങ്ങനെയുള്ള വ്യവസായം. ഇത് ഗാന്ധിസത്തിന്റെ ഓപ്പോസിറ്റ് ഇല്ലാത്ത സാധനങ്ങളെല്ലാം ഇതിൽ പറയുന്നുണ്ട്. പ്ലാന്റേഷൻ, അങ്ങനെയുള്ള മീൻ വളർത്തൽ, ഇതൊക്കെ ഒഴിച്ചിട്ട് ഫിഷറീസ്, അതൊക്കെ അങ്ങനെ കുറേ ഉണ്ട്. അതെല്ലാം ഒഴിച്ചിട്ട് ബാക്കിയുള്ളതിനെല്ലാം നമ്മളെ സബ്സിഡി ചെയ്ത് ഈവൻ ഹോട്ടൽ അടക്കം, ചായക്കട അടക്കം കിട്ടും. ചായക്കട അടക്കം, ഈവൻ പശുക്കളുടെ ഫാം, ആട് ഫാം, കോഴി ഫാം, കോഴി മറ്റേ ചിക്കൻ അല്ല, മുട്ടയ്ക്ക്, ഇതടക്കം ഇപ്പൊ കഴിഞ്ഞ ഞാൻ 6 വർഷം കർണാടകയിലെ ഹുബ്ലിയിലുള്ള ആയിരുന്നു. ആ സമയത്ത് 2 വർഷമായിട്ട് ഒരു ഒഴുക്ക. കാരണം ഫുള്ള് അവിടെ ഈ പശുക്കളും ഇതൊക്കെ ഉണ്ടല്ലോ. അവിടെ കൂടുതൽ പശു, എരുമ, മറ്റേ ആടുകൾ, ഈ കുടുംബിയോടുള്ള സ്ഥലമുണ്ട്. അവർ കുറെ നമ്മുടെ അവിടുത്തെ ഒരു CM അതിലുള്ള ഒരു വിഭാഗം, അവരുടെ കുറുമ്പിയാടിന്റെ ഉണ്ട് അവിടെ. അത് ആടിന്റെ ഈ മറ്റേ കമ്പിളി വ്യവസായങ്ങൾക്ക്. അപ്പൊ ഒരു ഫാമിന്റെ വേണ്ടിട്ട് അപേക്ഷന്റെ ബഹളം അവിടെ മൊത്തം. കാരണം ഒന്നും ഉണ്ടായില്ല, ഒരു ആധാർ കാർഡ് കൊണ്ട് അവർ വെച്ചിട്ട് അവരെ വിടും. ഇതൊക്കെയാണ് അവരുടെ. ബാക്കി നമ്മൾ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലായില്ല. കാര്യം പറഞ്ഞാൽ കണ്ടു പഠിക്കണം. നമ്മൾ സാധാരണപ്പെട്ട ആളുകളാണ് അവിടുത്തെ ലോണിന് വരുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്ന കേരളത്തില് എഡ്യൂക്കേഷൻ കൂടുതലാണ്, ആർക്കും ഒന്നും അറിയുന്നില്ല, എപ്പോഴും അറിയുന്നില്ല. എവിടെ നിന്ന് കിട്ടുന്നു? ഇല്ല, സത്യമല്ലേ? ഞാൻ പറയുന്ന കാര്യമില്ലേ സാർ? ഞാൻ കണ്ട് മനസ്സിലാക്കുന്ന, ഞാൻ എന്റെ കയ്യിൽ ഒരു 4 ജില്ല ഉണ്ടായിരുന്നു, വളരെ ബാക്ക്വേർഡ് ജില്ലകളാണ്. ശരി, ഞാനത് സമയം ഈ ഗ്രാമീണ മേഖല എന്ന് പറഞ്ഞ ഒരു ഹാവേരി ഡിസ്ട്രിക്ട്, ബാഗൽകോട്ട് ജില്ല, ഗദഗ് ജില്ല, പിന്നെ ഞാൻ വേറെ അതിൽ കുറച്ച് ബെറ്ററായി തോന്നിയത് ഉത്തരകന്നഡ ജില്ല, സിർസിയ മേഖല, അത് മാത്രം കുറച്ച് ബെറ്ററായിട്ടുള്ള ജില്ലകളുള്ളൂ. ഈ ബാക്കി വരുന്ന ജില്ലകളിൽ ഈ കൊപ്പല് അതൊക്കെ പറഞ്ഞാൽ ഏറ്റവും താഴെ ബാക്ക്വേർഡ് ജില്ലകളാണ്. അവിടുത്തെ ജനങ്ങൾ, കാരണം ഒരു ജില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു 4-5 ജില്ലകൾ കൂടിയാണ് അവിടുത്തെ ഒരു ജില്ല. അവിടെ സാധാരണപ്പെട്ട ആളുകൾക്ക് അവർക്ക് കൂലി എത്രയാണ് പറയാൻ പറ്റുമോ? ഒരു ലേഡീസിന് ഇപ്പോഴും 100 രൂപ സാർ. രാവിലെ ഭക്ഷണം കൊണ്ടുപോയി ഈ 100 രൂപയാണ് അവർക്ക് വൈകുന്നേരം കാർഷിക മേഖലയിൽ മറ്റേതിന് പോയി കിട്ടുന്ന പൈസ. അറിയോ?
അപ്പൊ അവര് പറഞ്ഞു സാർ ഞങ്ങൾക്ക് ഈ അവിടെ റൊട്ടി മേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരു ലൈനായിട്ടായിരിക്കും ചിലപ്പോൾ റൊട്ടി മേക്കിംഗ് പറഞ്ഞാൽ ഒരു ചപ്പാത്തി പോലുള്ള അവർ റായി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് അത് പാക്കറ്റ് ചെയ്യുന്ന റൊട്ടി മേക്കിംഗ്, പിന്നെ ഈ ഗിർണി നമ്മളെ ഈ പറയുന്ന പൊടിച്ചുകൊണ്ട് കൊടുക്കുന്നത്, പിന്നെ ആട് ഇപ്പൊ ലാസ്റ്റ് അനിമൽ ഹസ്ബൻഡറിയുടെ മൊത്തം ലോണ് അവിടെ സ്റ്റോപ്പ് ആയപ്പോൾ മൊത്തം കൂടി വരികയായിരുന്നു. പിന്നെ മറ്റുള്ള എല്ലാ ദിവസവും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും സാറ് ഞങ്ങൾക്ക് തുടങ്ങാൻ. പിന്നെ ഈ സൺഫ്ലവർ ഓയിലിന്റെ സമയത്ത് സൺഫ്ലവർ മറ്റേ നിലക്കടല അത് അതിന്റെ ആട്ടിയിട്ടുള്ള അത്, പിന്നെ കരിമ്പിന്റെ സീസണായി അവിടെ കരിമ്പ് ഇതുണ്ടല്ലോ വെള്ളത്തിന്റെ അങ്ങനെയുള്ള ഐറ്റംസ്, അങ്ങനെ കുറെ ഐറ്റംസ് ഗ്രാമീണ ജനങ്ങൾ കണ്ടുപിടിച്ചിട്ട് സബ്സിഡി എവിടെ കിട്ടുന്ന അവർക്ക് അറിയുന്നു. അവരുടെ നോക്കണം. നമുക്ക് ആരും ഇങ്ങനെ ഒരു ബോധവൽക്കരണം തരുന്നുണ്ടോ? സത്യമല്ലേ പറയുന്നത് നമ്മുടെ അല്ലേ? അത് അവരടക്കം വളരെ വളരെ എല്ലാവരും. ഞാൻ ആലോചിച്ച് കഴിഞ്ഞ ദിവസം ഒരു കൊപ്പൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് 2 മാസം മുമ്പ് ഒരു ട്രെയിൻ അവേർനെസ് ക്യാമ്പിന് പോയപ്പോൾ അവിടെ ഒരു 100 ലേഡീസ് വന്നു. ഫുള്ളി ചോദ്യങ്ങൾക്ക് മറുപടി എനിക്ക് പറയാൻ പറ്റുന്നില്ല. എനിക്ക് പറയും ഈ കുറെ ഹിന്ദിയും പറയും, ഭാഷയുടെ പ്രവേശം കന്നഡ ഒക്കെ കൂടി എന്തൊക്കെയോ പറയും. അപ്പൊ എന്നെ സഹായിക്കാൻ ബാങ്കിന്റെ ലീഡ് ബാങ്ക് മാനേജർ അയാളൊരു ഉണ്ട്, പുള്ളി അങ്ങ് കയറി അയാൾക്ക് പറഞ്ഞു കൊടുക്കും. അവർക്ക് മനസ്സിലാക്കണമല്ലോ, എന്നാലും അവർക്ക് മനസ്സിലാക്കുന്നുണ്ട്. അവര് ചോദ്യങ്ങൾക്ക് നമ്മൾ എന്നും ചോദ്യങ്ങൾ കുറെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. കാരണം ഇന്ന് വന്ന് ഇരുന്നപ്പോ കണ്ട ദിവസം ഈ ഫസ്റ്റ് ദിവസത്തിന്റെ ഉള്ള ആളുകളെല്ലാം നിങ്ങൾ അല്ലേ സെൽഫ് കോൺഫിഡൻസ് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാക്കി. അത് ആരും ഉണ്ടാക്കി സത്യമല്ലേ അല്ലേ? ഇവിടെ വന്ന് ഇരുന്ന് എനിക്ക് 10 മിനിറ്റ് സംസാരിക്കാം. നേരത്തെ ആ കുട്ടികൾ ഈ കുട്ടി സംസാരിക്കാൻ കണ്ടപ്പോ വന്നപ്പോ ഒന്ന് ആകെ കുറച്ച് പറയുന്നത് അവിടെ നിർത്തുന്നുണ്ട്. എനിക്ക് മനസ്സിലായി സംഭവം. കാരണം അത് ആ ഒരു പേടിയാണ്. കാരണം സഭാകമ്പം എന്ന് പറഞ്ഞതിൽ ആ ഒരു പേടിയുണ്ട്. അത് ആ സംഭവമാണ് നേരത്തെ വന്നത്. ഇനിയിപ്പോ അങ്ങനെയല്ല. ഈ ട്രെയിനിങ് ഒക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ധൈര്യമായി. ഇനി നിങ്ങൾ ബാങ്കിലോട്ട് ചോദിക്കാൻ നിങ്ങൾ ധൈര്യത്തിൽ ഒറ്റയ്ക്ക് പോകും അല്ലേ? അന്ന് ആരെങ്കിലും വീട്ടിന്റെ അടുത്ത കാലിനെയും കൂട്ടിയിട്ട് പോകാൻ പേടിച്ചിട്ടാ സത്യമല്ല, വേറെ ഒന്നല്ല അല്ലേ? കറക്റ്റ് അല്ലേ? പേടി കൊണ്ടാണ് നമുക്കൊരാളിനെ പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായേ? നമുക്കുള്ള അവകാശം, നമുക്ക് ഉള്ള കാര്യങ്ങൾ, നമുക്ക് കിട്ടുന്നതും നമുക്ക് ആരുടെയും മുന്നിൽ തലയുയർത്തി സംസാരിക്കാനുള്ളൊരു ഇത് വരും. അത് ജോലിയാണ്. അത് നിങ്ങളൊരു വ്യവസായി ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം ആവശ്യം ഒറ്റയ്ക്ക് തന്നെ വേണം. അങ്ങനെ വേറെ പല വ്യവസായികളെ നമ്മൾ നോക്കിയാൽ മതി. പല ലേഡീസും മറ്റേ ടെക്സ്റ്റൈലിലൊക്കെ ഉള്ള അവരൊക്കെ മറ്റേ ഇവിടെ ശീമാട്ടിന്റെ കഥ നമ്മൾ വായിച്ചു നോക്കിയാൽ തന്നെ അവര് ഭർത്താവ് മരിച്ച ശേഷം അവരൊന്നും അറിയില്ല. പിന്നെ അവര് സ്റ്റേജിലെത്തി. അവരൊക്കെ ഇന്നിപ്പോ സംസാരിക്കാനുള്ള അത് ഇതേപോലുള്ള വ്യവസായ ആളുകളുടെ ഇടയിൽ വന്ന് സംസാരിക്കുമ്പോൾ മാത്രമേ വരുള്ളൂ. ഇപ്പൊ നിങ്ങൾ കുറെ നോളേജ് കിട്ടി. കാരണം പുള്ളിയുടെ നോളേജ് ഒത്തിരി കിട്ടി അല്ലേ? പുള്ളി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഇത്. പിന്നെ അതുപോലെ ആർവൻജി പറയുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മുടെ മൈൻഡ് വീട്ടിനേക്കാളും വീട്ടിൽ പോയാൽ ഈ മൈൻഡ് അല്ലേ ചിന്തിച്ച് കാര്യം ഇങ്ങനെ ചെയ്താൽ മാത്രം ഒരു വ്യവസായത്തിലോട്ട് മുന്നോട്ട് ചെല്ലാൻ പറ്റുള്ളൂ. മുന്നോട്ട് പടിപടി കയറണമെങ്കിൽ നമ്മൾ കഠിന പ്രയത്നം നടത്തിയേ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ ഈ സ്കീമും ട്രെയിനിങ്ങും കിട്ടിയത് കൊണ്ടുള്ള ഗുണങ്ങൾ. മനസ്സിലായോ? കാരണം ഇതൊരു വലിയൊരു അനുഭവമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പറഞ്ഞാലും പിന്നെയും നിങ്ങൾക്ക് ഡൗട്ടുകളൊന്ന് കൂടുതൽ ഇതിനകത്ത് വായിച്ച് കുറെ മനസ്സിലാക്കുക. അതിനുശേഷം ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു ചോദിക്കുക, വ്യക്തമായിട്ട് പറഞ്ഞു തരും. അതിനകത്ത് എങ്ങനെയാണ് പ്രോജക്റ്റ് തയ്യാറാക്കുന്നത്. ഇതൊന്നും പ്രോജക്റ്റ് റിപ്പോർട്ടിനെ പറ്റി പഠിപ്പിച്ചാൽ നിങ്ങൾ തലയിൽ കയറില്ല, അതെനിക്കറിയാം. അതുകൊണ്ട് പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എവിടെയാണെന്നുള്ള ബാക്കിയുള്ള മിഷണറി സപ്ലൈസ് അതൊക്കെ നിങ്ങൾക്ക് ഉള്ള രീതിയൊക്കെ നമ്മൾ പിന്നെ ഫോണിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബാക്കിയുള്ളത് പറഞ്ഞുതരാം. അത് മാത്രമല്ല ഞങ്ങൾക്ക് കുറെ ഈ ട്രെയിനിങ്ങിന് പറ്റിയിട്ടുള്ള ആളാണ്. ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. R1G മാക്സിമം പറഞ്ഞു തരും. എവിടെയാണ് കൂടുതലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏജൻസി തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ അടുത്തുള്ള ഏതാണ് ഏജൻസി അടുത്തുള്ള അവിടെ വേണമെങ്കിൽ നിങ്ങൾ പോയി ചെയ്യുക. അല്ലെങ്കിൽ ഖാദി ബോർഡ് കമ്മീഷന്റെ ഓഫീസ് തിരുവനന്തപുരത്തേക്കാണെങ്കിൽ അതൊക്കെ സൈറ്റാണ്, ഓൺലൈൻ സൈറ്റാണ്. അപ്പൊ ആരും അടുത്ത് എവിടെയും പോകണ്ട, ഓഫീസിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. ഖാദി ബോർഡ് DAC വരെ നിങ്ങൾ നേരിട്ട് വരാൻ പറയും. ഞങ്ങൾ KVC വരെ ഒരു കാരണവശാലും നേരിട്ടൊന്ന് വരാൻ പറയില്ല. എല്ലാം ഓൺലൈനിൽ കൂടെ അയച്ചു തരാനും തപാലിലൂടെ അയച്ചു തരാനേ പറയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. നിങ്ങൾ പുതിയൊരു നിങ്ങളൊരു കോൺഫിഡന്റ് ആയി ഇപ്പോൾ ഇന്ന് തുടങ്ങാനുള്ളൊരു വ്യവസായിയായി മുന്നോട്ട് പോകാനുള്ളൊരു ഉറപ്പായി മനസ്സിലൊരു ഉറപ്പ് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ വലിയൊരു വ്യവസായിയായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നെക്സ്റ്റ് അർമൻ ടീച്ചറെ, എന്തായാലും നമ്മളിപ്പോ ഇവിടെ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട ഒരു 4-5 കാര്യങ്ങളുണ്ട്.
അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മൾ കറി പൗഡർ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട അതിന്റെ ക്വാളിറ്റി, പിന്നെ ഒന്ന് അതിന്റെ സ്റ്റാൻഡേർഡൈസേഷൻ. നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം അല്ലേ, ഒരു 3 മാസത്തെയോ 6 മാസത്തെയോ എന്റർപ്രണേഴ്സ് ഡെവലപ്മെന്റ് പ്രോഗ്രാം കഴിഞ്ഞ് വന്ന ഒരാളുടെ അടുത്ത് ടൈപ്പ് ഓഫ് എന്റർപ്രൈസസ് എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്തെല്ലാം ടൈപ്പ് എന്റർപ്രൈസസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലേ? നേച്ചർ ഓഫ് എന്റർപ്രൈസസ് എന്നാ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. പക്ഷെ ഞാനത് ഒരുപാട് ആളുകളോട് ചോദിച്ചിട്ട് പറഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ GMP എന്താണെന്ന് നിങ്ങളെ കൊണ്ട് ചോദിച്ചാൽ പറയാൻ പറ്റും അല്ലേ? GMP ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് എന്താണെന്ന് പറയാൻ പറ്റും അല്ലേ? ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കണം അതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻസ്, സ്റ്റാൻഡേർഡൈസേഷൻ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? സ്റ്റാൻഡേർഡൈസേഷൻ, ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, എല്ലാ സർട്ടിഫിക്കേഷൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലുപരിയായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ GMP പറഞ്ഞു തരുന്നത് മാത്രമേ പ്രാക്ടിക്കലായിട്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അല്ലെ? വീട്ടിൽ പോലും നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും കഴുകാറില്ല അല്ലെ? കഴുകി ഉണക്കി പൊടിക്കാറില്ല. ഇവിടെ വന്ന് നമ്മൾ തന്നെ കഴുകി ഉണക്കി പൊടിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ഇവിടെ ചെയ്ത് കണ്ട് പഠിച്ചാണ് അല്ലേ? നമ്മൾ തന്നെ വെയിറ്റ് നോക്കി, നമ്മൾ തന്നെ എടുത്തു, നമ്മൾ തന്നെ പ്രിപ്പറേഷൻ ചെയ്തു. അതല്ലാതെ വീട്ടിൽ ഓരോ ആളുകൾക്ക് ഒരു ടാസ്ക് കൊടുത്തല്ലേ? 3 ആള് സാമ്പാർ പൊടി ഉണ്ടാക്കിയിട്ട് വന്നു, അതുപോലെ തന്നെ 3 ആൾക്കാര് എന്തുണ്ടാക്കിയിട്ട് വന്നു? രസപ്പൊടി ഉണ്ടാക്കിയിട്ട് വന്നു, ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കിയിട്ട് വന്നു. ഓരോ ആളുകൾക്ക് ഓരോ ടാസ്ക് നമ്മൾ കൊടുത്തിരുന്നു അല്ലേ? അതല്ലാതെ നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ടേബിൾ സ്പൂണ് എത്ര ഗ്രാമാണ്, അതുപോലെ തന്നെ ടീസ്പൂണിൽ എത്ര ഗ്രാമാണ് വരുന്നത്, ഓരോന്ന് എടുത്ത് നമ്മൾ അത് ഗ്രാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് 100 ഗ്രാം, 1/2 കിലോ, 1 കിലോ, 5 കിലോ, 10 കിലോ, അത് എങ്ങനെയാണ് പൊടിക്കേണ്ടത്, എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത്, എല്ലാം നമ്മൾ ഇവിടുന്ന് ഒരു പ്രാക്ടിക്കൽ സെഷനായിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റി. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച 2 പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്യം രജിസ്ട്രേഷൻ എടുക്കാത്ത എല്ലാ ആളുകളെ കൊണ്ടും ഈ കോഴ്സ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഉദ്യം രജിസ്ട്രേഷൻ എടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത്. പക്ഷെ അത് 3 പേർക്ക് ഓൾറെഡി ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ട്, ഒരാൾ മാത്രമേ ഉദ്യം രജിസ്ട്രേഷൻ എടുത്തിരുന്നുള്ളൂ. മറ്റുള്ള ആളുകളൊക്കെ പേര് ഒരു കൺഫ്യൂഷൻ, വീട്ടുകാരുമായിട്ട് ആലോചിക്കണം, കുറച്ചുകൂടെ സമയം വേണം എന്നുള്ളതുകൊണ്ട് അത് പെൻഡിങ് ആയി. അതാണ് ഒന്നും നടക്കാതെ ഇരുന്ന കാര്യം. രണ്ടാമത്, നിങ്ങളുടെ പേരും അഡ്രസ്സും ഡീറ്റെയിൽസും തന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലോഗോ ഉണ്ടെങ്കിൽ ലോഗോ തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ തന്നെ ലേബലുകൾ ഡിസൈൻ ചെയ്ത് നിങ്ങളുടെ പേരിൽ ഒരു പ്രോഡക്ട്സ് മാനുഫാക്ചർഡ് ബൈ എന്ന് എഴുതി നിങ്ങളുടെ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ നമ്മളിവിടെ സാമ്പിൾ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞു. അതും പേരും അഡ്രസ്സും ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐഡിയും കസ്റ്റമർ കെയർ നമ്പറും ഇതൊന്നും നിങ്ങൾ കളക്ട് ചെയ്ത് നമുക്ക് തരാൻ വേണ്ടി അതിനുവേണ്ടി 3 ഗ്രൂപ്പ് തന്നെ നമ്മൾ ഉണ്ടാക്കി അല്ലേ? 3 ഗ്രൂപ്പിന് 3 ടാസ്ക്, അതും കിട്ടിയില്ല. ഒരാൾ മാത്രമാണ് ലോഗോയും ഡീറ്റെയിൽസും തന്നിട്ടില്ല. അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അവർ നമ്മൾ ഇനി അയച്ചു കൊടുക്കും. അവർക്ക് ഇതുവരെ പാക്കിംഗ്, ഇപ്പോൾ മസാലപ്പൊടിയൊക്കെ 1/2 കിലോ 1 കിലോ പാക്കിംഗ്, അത് ആരെങ്കിലും വാങ്ങിക്കോ? നാട്ടിലെ ആളുകൾ വാങ്ങിക്കോ? 1/2 കിലോ 1 കിലോ വാങ്ങിക്കാറുണ്ടോ? സാധാരണ പീപ്പിൾ റെയർ ആയിട്ടേ വാങ്ങിക്കുള്ളൂ. റെയർ 1000 പേരുണ്ടെങ്കിൽ 10 പേരെ വാങ്ങിക്കുള്ളൂ. 1000 പേര് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ പാക്കിംഗ് സൈസ് കമ്മിയാക്കണം. അതിന് ഏത് പാക്കിംഗ് വേണം, ഏത് പോളിത്തീൻ കവർ വേണം, അത് നമ്മൾ കൊണ്ടുവന്നു. അദ്ദേഹം ഇന്ന് വരാൻ വൈകിട്ടെങ്കിൽ പോലും അത് പാക്ക് ചെയ്ത് കാണിച്ച് അതിൽ നിങ്ങൾ തന്നിട്ടുണ്ട്. മഞ്ഞൾ നിങ്ങളുടെ 3 എണ്ണം ഏത് സൈസിലാണ് പാക്കിംഗ്, എത്ര തിക്നെസ് ആണ് ആ പോളിത്തീൻ കവറിന് വേണ്ടത്, അത് എങ്ങനെയാണ് സീൽ ചെയ്യേണ്ടത് എന്നൊക്കെ സീൽ ചെയ്ത് എയർ കിടക്കാതെ സീൽ ചെയ്ത് നിങ്ങൾക്ക് തന്നെ തരുന്നുണ്ട്. അതിവിടെ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ ഇനി അത് നമുക്ക് അതിനനുസരിച്ചുള്ള സ്റ്റിക്കർ മാത്രം ഡിസൈൻ ചെയ്ത് 2 സൈഡ് ഒട്ടിയാൽ മാത്രം മതി. ഇപ്പൊ നമ്മൾ പറഞ്ഞത് അതോടൊപ്പം തന്നെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവരുടെ പേര് നിശ്ചയിച്ചാലല്ലേ നമുക്ക് ട്രേഡ് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ലോഗോ ഡിസൈനിങ്, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. IPR സർവീസസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ട്രേഡ് മാർക്ക്, പാറ്റന്റ് ഒക്കെ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ പുതുതായിട്ട് കേൾക്കുന്ന ആളുകളായതുകൊണ്ട്, പുതുതായിട്ട് കേൾക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഒരു കാര്യം തന്നെ വീണ്ടും 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 പറഞ്ഞ് ഒരു കാര്യം തന്നെ നമ്മൾ എല്ലാവരെ കൊണ്ടും പറയിപ്പിച്ചിട്ടുണ്ടല്ലേ? ടൈപ്പ് ഓഫ് എന്റർപ്രൈസസ് എന്താണെന്ന് എല്ലാ ആളുകളെ കൊണ്ടും നമ്മൾ പറയിപ്പിച്ചു അല്ലേ? എന്നാൽ അങ്ങനെ പറഞ്ഞാൽ പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ വെറുതെ ഒന്ന് പറഞ്ഞു പോയത് കൊണ്ട് പഠിക്കാൻ പറ്റില്ല. എഴുതി പഠിക്കണം, വീണ്ടും വീണ്ടും പറഞ്ഞു പഠിക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലായി ഇൻഡസ്ട്രി ഉണ്ട്, സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ ബിസിനസ് ഉണ്ട്. ഇപ്പൊ ബിസിനസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരാൾക്കറിയും, ഇൻഡസ്ട്രി എന്താണെന്ന് ചോദിച്ചാൽ ഒരാൾക്കറിയും, സർവീസ് സെക്ടറിലുള്ള സ്ഥാപനങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ എന്താണെന്ന് അറിയാൻ പറ്റും. നേരെ മറിച്ച് ഒരു എന്റർപ്രണേഴ്സ് ഡെവലപ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞ ആളുകൾക്ക് ഇത് എന്താണെന്ന് തന്നെ അറിയാൻ പറ്റാത്ത അവസ്ഥ, ബിസിനസ് എന്താണെന്നേ അറിയില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. മനസ്സിലായി? പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഇവിടുന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു തിരിയിലെ തിരിനാളം മാത്രമേ ഇവിടെ നിന്ന് കത്തിക്കുന്നുള്ളൂ. ഇനി അത് നന്നായിട്ട് കത്തിക്കേണ്ടത് ആരാണ് കത്തിക്കേണ്ടത്? നമ്മൾ സ്വയം കത്തണം, എന്നാൽ മാത്രമേ ഈ തിരിനാളം കത്തുള്ളൂ. അപ്പൊ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. ഈ ബേസിക് അറിവ് വെച്ചിട്ട് നമുക്ക് വളരെയധികം മുന്നോട്ട് പോകാൻ
കഴിയും. ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് സാറ് വരുന്നതിന് മുമ്പ് തന്നെ ഓരോ ആളുകളും നിങ്ങളുടേതായിട്ടുള്ള ഫീഡ്ബാക്ക് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെല്ലാം ഒരു വീഡിയോ പോലെ ആക്കും. വീഡിയോ അവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. ഇപ്പോൾ ഒരാളുടെ ഫീഡ്ബാക്ക് മാത്രമേ സാറ് കേട്ടുള്ളൂ, സമയമില്ലാത്തത് കൊണ്ട്, സമയപരിമിതി കൊണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് എന്തായാലും അത് കേൾക്കുമ്പോൾ അവർക്കും മനസ്സിലാവും എന്താണ് നിങ്ങൾ എങ്ങനെയാണ് ഈ കോഴ്സ് കഴിഞ്ഞത് കൊണ്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്, അത് എത്രത്തോളം പ്രയോജനപ്പെടുന്നുള്ള കാര്യം സാർക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നാൽ എനിക്ക് വന്നിട്ട് ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ അത് സ്വാഭാവികമാണ്. എല്ലാവർക്കും മുഴുവൻ സമയം പങ്കെടുക്കാൻ പറ്റില്ല. കാരണം നിരവധി സങ്കീർണമായ സാമൂഹ്യ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വ്യത്യസ്ത പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകളാണ്. അപ്പൊ സാധാരണ സ്കൂൾ കുട്ടികളെ പോലെ അവർക്കൊന്നും അറിയണ്ട. തുണി അലക്കി കൊടുക്കും, ഭക്ഷണം റെഡിയാക്കി കൊടുക്കും, ബസ് ഏർപ്പാടാക്കി കൊടുക്കും, കാലത്ത് പോയ വൈകുന്നേരം വന്നാൽ അവർക്കൊന്നും അറിയണ്ട. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. കുടുംബിനികളും കുടുംബസ്ഥന്മാരും ആയതുകൊണ്ട് പലതരത്തിലുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ വളരെ കൃത്യമായ സമയത്ത് പോലും എത്തുന്നത് വളരെ കുറച്ചു പേരെ ഉള്ളൂ. എന്നിരുന്നാലും നമ്മൾ ഉള്ള സമയം പരമാവധി പ്രയോജനപ്പെടുത്തി ചില സമയത്ത് ചില ദിവസമൊക്കെ 5 മണി 5:30 6 മണിയൊക്കെ ആയിട്ട് പോയതല്ല, നമ്മള് വളരെ വൈകിട്ട് പോയിട്ടുള്ളത്. എന്നിരുന്നാലും നമുക്കുള്ള സമയം കൊണ്ട് പരമാവധി ഉപയോഗപ്പെടുത്താൻ പറ്റി. ഇനി ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രമല്ല, മറിച്ച് ഒരു സംരംഭം തുടങ്ങണം. അതിനെന്ത് നിങ്ങൾക്ക് വേണ്ട സാങ്കേതിക സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാം. ഗ്രാമോദയ ഭവനുണ്ട് ഇവിടെ ആലത്തൂരുണ്ട്. നിങ്ങൾക്ക് അടുത്ത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയോ എന്തോ അറിയില്ല, എൻ്റെ നമ്പർ അറിയോ? വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ, നമ്പർ നോട്ട് ചെയ്തോളൂ. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ഫോട്ടോ എടുത്തില്ലേ ഓരോ സാധനം, അത് അയച്ചു തരണം. ആ നമ്പറിലേക്ക് അയച്ചു തരണം, എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക്. അതാണ് ഞാൻ പറയുന്നത്, ഒന്ന് നോട്ട് ചെയ്തോളൂ. 9072 അന്നയും കൂടെ വരാൻ പറയും. 9072 9955 വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. ഫോട്ടോ എടുക്കാനേ ഇങ്ങോട്ടോ. അപ്പൊ തൽക്കാലം നിങ്ങൾ ഇത്രയും ദിവസം ക്ഷമയോടുകൂടി പഠിക്കാൻ വേണ്ടി വളരെ താല്പര്യത്തോടുകൂടി, ഇതിൽ താല്പര്യമില്ലാത്ത ഒരാൾ പോലും കണ്ടെത്താൻ പറ്റിയില്ല. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടാ തുടങ്ങി, സ്കൂളിൽ പോയപ്പോഴേ, അപ്പോൾ അവർക്ക് എന്താകണമെന്ന് പോലും ഒരു താല്പര്യം. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ്, അത്രയും പ്രായമുള്ളത് കൊണ്ട് ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ്, നമ്മുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും കൊണ്ടാണ് നമ്മൾ ഈ അവസ്ഥയിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ. അപ്പൊ നമ്മള് നമ്മുടെ ടാർഗറ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറഞ്ഞു അല്ലേ? എന്താണ് പറഞ്ഞത്? സെറ്റ് യുവർ ടാർഗറ്റ്, സെറ്റ് യുവർ ഗോൾ. പിന്നെന്താണ്? ഇനി ഒരു കാര്യം കൂടെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതാണ്. അത് നമുക്ക് അത് പറയാൻ പറ്റിയിട്ടില്ല, സമയം. ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് കൈകാര്യം ചെയ്യാനുണ്ടായിരുന്നു, അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് നമുക്ക് ഇനി ഒരു വിശദമായിട്ടാവാം. അത് നമുക്ക് പലരും പഠിക്കാം, യൂട്യൂബും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായേ? മെയിനായിട്ട് സെറ്റ് യുവർ മൈൻഡ് സെറ്റ്, അതാണ് നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ നമുക്ക് നരേന്ദ്രമോദിക്ക് എന്താ പ്രധാനമന്ത്രിയാകാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയതുകൊണ്ടാണ് പ്രധാനമന്ത്രി ആയത്. നമ്മൾ എന്തുകൊണ്ട് ഈ ചെയറിൽ തന്നെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചേഞ്ച് അവർ മൈൻഡ് സെറ്റ്, അത് മനോഭാവം, ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയില്ലേ. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് മാറുന്നോ അപ്പൊ നമ്മുടെ എല്ലാ സംഭവങ്ങളും മാറും. ആറ്റിറ്റ്യൂഡ് മാറണമെങ്കിൽ എന്ത് വേണം? നിലവിലുള്ള രാഷ്ട്രീയ വിശ്വാസം മാറ്റിവെക്കണം, നിലവിലുള്ള മതവിശ്വാസം മാറ്റിവെക്കണം, നിലവിലുള്ള ദൈവവിശ്വാസം മാറ്റിവെക്കണം. പറഞ്ഞാൽ വേണ്ട വെക്കുകയെന്നല്ല, കുറച്ചൊക്കെ മാറ്റണം. നമ്മൾ ഈ നിലവിൽ എന്തെല്ലാം വിശ്വാസങ്ങൾ ഉണ്ട്, പിന്നെ ഇത് മാത്രമല്ലാത്ത വിശ്വാസം, അന്ധവിശ്വാസവും ഉണ്ടാകാം, പിന്നെ അതുപോലെ തന്നെ യുക്തിവാദ വിശ്വാസവും ഉണ്ടാകാം. എല്ലാ വിശ്വാസങ്ങളും നിലവിൽ അതെല്ലാം കൂടിയിട്ടാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലേ? ഇതെല്ലാറ്റിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും. ആറ്റിറ്റ്യൂഡ് മാറിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ടോപ്പിക് തന്നെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അത് നമുക്ക് ഇതിന്റെ വേദിയല്ല, എന്നിരുന്നാലും പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു സംഭവമായിട്ട് തന്നെ എടുക്കണം. നമ്മൾ പറഞ്ഞ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? മാറ്റം ഉണ്ടാകണമെങ്കിൽ ചേഞ്ച് വേണം. മാറ്റം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഒരു പ്രവൃത്തി നടക്കണം. ഒരു പ്രവൃത്തി നടക്കണമെങ്കിൽ എന്ത് വേണം? ഒരു സംഭവം ഉണ്ടാകണം അല്ലെ? ഒരു സംഭവം ഉണ്ടാകണമെങ്കിലോ അതിനെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള സാഹചര്യം വേണം. അതിനുള്ള സാഹചര്യമായിട്ട് നമ്മൾ ഇതിനെ കാണാം. നമുക്കൊരു സാഹചര്യം ഉണ്ടായി, നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു, അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രവൃത്തി നടന്നു, അപ്പൊ ഒരു സംഭവം നടക്കുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവും, നല്ലൊരു മാറ്റം ഉണ്ടാവും. മാറ്റം ഏത് തരത്തിലുള്ള മാറ്റം ഉണ്ടാകണം?
പറയൂ. ക്രിയാത്മകമായ മാറ്റം ഉണ്ടാകണം, ക്രിയേറ്റീവ് ചേഞ്ച് ഉണ്ടാകണം. നമ്മൾ പറഞ്ഞില്ലേ, പുക വലിക്കുന്ന ഒരാള് പുക വലിക്കാതിരിക്കണം, അതോ പുക വലിക്കാത്ത ഒരാൾ പുക വലിക്കണോ? ഏതാ ക്രിയേറ്റീവ് ചേഞ്ച്? പുക വലിക്കുന്ന ആള് വലിക്കാതിരിക്കണം. അപ്പൊ ക്രിയേറ്റീവ് ചേഞ്ച് ഉണ്ടാവണം. അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തില് നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ, മക്കള്, അടുത്ത തലമുറയിൽപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ ഇത്തരം സംരംഭങ്ങൾ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയണം. ഞാൻ അറിയുന്ന ഒരു കാര്യം അവരും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിലയില്ലല്ലോ എന്ന് വിചാരിക്കരുത്. അവർക്കും കൂടെ നമ്മളിത് പറഞ്ഞു കൊടുക്കണം, പറഞ്ഞ് പഠിപ്പിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ ഇവിടെ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് ഉയരണമെങ്കിൽ, സാമൂഹ്യ സാമ്പത്തിക ശാക്തീകരണം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എല്ലാ വിദേശ വസ്തുക്കളെ ആശ്രയിച്ചുകൊണ്ടിരുന്നാലോ? നമുക്ക് ഉണ്ടാക്കാനുള്ള ടെക്നോളജി ഉണ്ട്, മാൻ പവർ ഇഷ്ടം പോലെ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത. ഒരു കിലോമീറ്ററിൽ വന്നിട്ട്, ഒരു ചതുരശ്ര കിലോമീറ്ററിൽ വന്നിട്ട് 250-300 ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണിത്. നമ്മളിപ്പോ യൂറോപ്പിലെ റഷ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ കടയിൽ പോയിട്ട് ഒരു ചായ കുടിക്കണം പറഞ്ഞാൽ 200 കിലോമീറ്റർ യാത്ര ചെയ്യണം. നിങ്ങൾ വിശ്വസിക്കുക പറഞ്ഞ അത്രയും ദൂരം യാത്ര ചെയ്യണം എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം പറഞ്ഞാൽ. നമുക്കിപ്പോ ഇന്ന് തൊട്ടടുത്ത് ഒരു നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനവും അവിടെ കിട്ടും. അങ്ങനെയാണ് സ്ഥിതി. നമുക്കൊരു ഷൂ വാങ്ങണം പറഞ്ഞാൽ ചിലപ്പോൾ 300 കിലോമീറ്റർ പോകണം. റഷ്യയിലോ യൂറോപ്പിലോ വേറെ പല രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. അപ്പൊ അത്രയും ജനസാന്ദ്രതയാണ് ഇവിടെ. നിങ്ങളിപ്പോ സക്കീറൊക്കെ പറയും, മണല് പാക്ക് ചെയ്ത് കൊടുത്താലും കൊണ്ട് വിൽക്കാൻ പറ്റും നമുക്ക്. അപ്പൊ നമുക്ക് അത് അത്രയും വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, വലിയ മാർക്കറ്റാണിത്. എന്താ നമുക്ക് ആവശ്യമില്ലാത്തത്? ഈ സാധനങ്ങൾ എന്ത് വേണമെങ്കിലും, പൊട്ട്, മൈ, അതുപോലെ തന്നെ ഈ ഹെയർ ഡൈ, എന്ത് സാധനം വേണമെങ്കിലും, പൊട്ട്, മൈ, കണ്ണാടി, ചീർപ്പ് എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ സാധനവും നമുക്ക് ആവശ്യം. നമുക്ക് ആ മാർക്കറ്റ് ടാപ്പ് ചെയ്യാൻ പറ്റണം. അതിന് നമ്മൾ തയ്യാറാവണം. നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റണം. അപ്പൊ എനിക്ക് ഒന്നേ പറയുള്ളൂ, നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ ഉണ്ടാകണം. നിങ്ങളെ ഒരു സംരംഭം തുടങ്ങണം എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അത് നിങ്ങൾ തുടങ്ങിയാൽ നമ്മുടെ രാജ്യത്തിന് അത് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. ആളുകൾക്ക് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് സർക്കാരുകൾ നിരവധി പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നത്. ശരിയായി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് വേറെ വിഷയം. അത് നമ്മളും കൂടെ, ജനങ്ങൾ കൂടെ വിചാരിക്കണം. എന്നാൽ മാത്രമേ അത് ശരിയായ രീതിയിൽ നടക്കൂ. അപ്പൊ കൂടുതലൊന്നും സംസാരിക്കില്ല, ഇപ്പൊ തന്നെ കുറച്ച് അധികം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ജയ് ഹിന്ദ്. മറ്റുള്ള കാര്യങ്ങൾ എന്താ പറയുക സാർ? പറയാനുണ്ടോ? നന്ദി പറയാനുണ്ട്. നന്ദി. അത് പറയുന്നുണ്ട് സാർ. അത് കൺക്ലൂഡ് ചെയ്തിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ സാറിനോട് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളും സാർ അത് എങ്ങനെയാണ്, അത് ഇന്ന് കിട്ടുമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണ്ടേ? ഇന്നത്തെ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഇതുണ്ടല്ലോ, ഫോം ഒക്കെ നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടില്ല. അതെല്ലാം കിട്ടിയ ശേഷം പൈസ അടക്കം നമ്മൾക്ക് സാർ ഫീസ് ഒക്കെ പറയണം. 1080 രൂപയാണ് ഉള്ളത്. അപ്പൊ ആ പൈസ നമ്മൾക്ക് പിന്നെ അവിടെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും. ഡെപ്പോസിറ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മുടെ ട്രെയിനേഴ്സ് ഇവിടെ നടത്തിയ ചെലവും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ഇദ്ദേഹത്തിന് എത്രയാണ് ചെലവായതോ അതിന്റെ വന്നത് അതിനനുസരിച്ച് ബാക്കിയുള്ള പൈസ ഞങ്ങൾ ഇദ്ദേഹത്തിന് കൊടുക്കും. ഈ ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് പൈസ മാത്രം നമ്മൾ ബോംബെയിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് ഇത് വരുന്നത്. അതിന്റെ ഫീസ് ഉണ്ട്. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് നമ്മൾ ഞങ്ങളുടെ പ്രിൻസിപ്പാളും സ്റ്റേറ്റ് ഡയറക്ടർ, തിരുവനന്തപുരത്തുള്ള സ്റ്റേറ്റ് ഡയറക്ടർ ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വരും. ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. ഇതിന് ശേഷം നമ്മുടെ ആറൂർ ജില്ലയിൽ കൊടുത്തുവിട്ടതിന് ശേഷം നിങ്ങൾക്കത് എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ. അതിനുശേഷം എന്തായാലും ഒരു 10-20 ദിവസത്തിന് കൂടുതലാവും. കാരണം ഇപ്പോൾ ഭയങ്കര സ്റ്റേറ്റ് ഓഫീസ് മൊത്തം പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാർച്ച് 31 കുറച്ച് പീരീഡ് ഉള്ളു. അപ്പൊ ചിലപ്പോൾ ഒരു 10, 20, 25, 30 ദിവസമൊക്കെ വരും സർട്ടിഫിക്കറ്റിന് വെയിറ്റ് ചെയ്യണം. കാരണം പറഞ്ഞാൽ അത്രയും സർട്ടിഫിക്കറ്റ് അവിടെ 1600 സർട്ടിഫിക്കറ്റിൽ അത് കുറെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് സർട്ടിഫിക്കറ്റ് കിട്ടിയ ശേഷം ബാക്കിയുള്ള കാര്യം നിങ്ങൾ ഇപ്പൊ ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പൊ തന്നെ മൂവ് ചെയ്തു. കാരണം ഇപ്പൊ മാർച്ചിനകത്ത് പോയി കഴിഞ്ഞാൽ ബാങ്കിൽ പോയാൽ ഒന്നും ചെവി കൊള്ളില്ല. അപ്പൊ മാർച്ച് കഴിഞ്ഞ ശേഷം ഏപ്രിൽ ഒരു 15 ശേഷം പോയാൽ മതി. നമ്മൾ പൂരങ്ങളെല്ലാം കഴിഞ്ഞ് വിഷുവേലെല്ലാം കഴിയുമ്പോൾ കഴിഞ്ഞ ശേഷമൊക്കെ പോവുക. കാരണം അപ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതിനുശേഷം നിങ്ങളെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മൂവ് ചെയ്യും. അപ്പൊ ഇതാണ് ഇതിന്റെ സ്കീമിന്. ബാക്കിയുള്ള കാര്യം നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചു ഇപ്പോഴും തീർത്തോളൂ. കാര്യം എന്തെങ്കിലും ഇപ്പൊ ചോദിച്ചോളൂ. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. അദ്ദേഹം നല്ലൊരു പാചകക്കാരനാണ്. ഞങ്ങൾക്ക് ഒരു 5-6 റെസിപ്പിയൊക്കെ ഇന്നലെ തന്നു, ട്രഡീഷണൽ ആയിട്ട്, അപൂർവമായിട്ട്. അത് കിട്ടാതെയാണ് അവിടെ ചേട്ടന്റെ വീട് ഇവിടെ ആശ്രമത്തിലെ ദേവസ്യാണ്. കൊറേ സാധനങ്ങള് പാരമ്പര്യ അത് ഞാൻ കഴിച്ചിട്ട് ഈ പറയുന്ന സാധനം ഞാൻ കഴിച്ച അത് പിന്നെന്ത് മോര്
മോരില്ലാതെ മാങ്ങാ മോര് പറഞ്ഞൊരു സാധനം. മോരില്ലാതെ മാങ്ങാ മോര്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന കേസുകളാണ്. ഇതൊക്കെ എല്ലാവർക്കും എഴുതിയെടുത്തിട്ടുണ്ട്. എടുത്തിട്ട് ഈ സാധനം ചില ഈ നമ്മൾ കിട്ടാത്ത അപൂർവമാണ് പാരമ്പര്യമായി ചെയ്യുന്നത്. ഞാൻ ഈ അതെ, ഇടയ്ക്ക് അതെ. വേറെ സംഭവിച്ചത് കണ്ടത്, ഇളനില്ലേ നമ്മൾ ഇളന്നിനെ സിപ്പ പോലെ അടിച്ചിട്ട് ഈ ഒന്ന് മാർക്കറ്റാണ് തമിഴ്നാട്ടിലെ ഒരു കരിക്കിന് വെള്ളം കുടിച്ചിട്ട് അതിന്റെ തേങ്ങ എടുത്തിട്ട് ജ്യൂസ് അടിച്ചു. അങ്ങനെയുണ്ട്. അത് ഇവിടെ മാത്രമല്ല, മലപ്പുറം ഭാഗത്ത് എന്ന് തുടങ്ങിയ മലപ്പുറം കോഴിക്കോട് റോഡ് സൈഡിൽ ഫുള്ളാണ് കരിക്കൻ ജ്യൂസ്. ഭയങ്കര ഡിമാൻഡ്. കഴിക്കുന്നത് ഒരു ജാതി അല്ല ഇപ്പൊ അവിടെ ഉള്ളവര് വൃത്തിക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ നീറ്റായി ചെയ്ത് കൊടുക്കുന്നുണ്ട് ജ്യൂസ്. കോക്കനട്ട് തേങ്ങ ഉം. തേങ്ങ ജ്യൂസ് ഞാൻ കേട്ടില്ലല്ലോ. അതൊന്നും തരുമോ? അതൊന്നും അടിച്ചു നോക്കി കഴിച്ചു പോയി മാട്ടം. അല്ല അതല്ല അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങനെ ചിലപ്പോ ചെയ്യുന്നതിന്റെ മലപ്പുറം ജില്ലയിൽ ഞാൻ കുറെ കാലം ജില്ലയുടെ ചാർജ് ആയിരുന്ന സമയത്ത് എല്ലാം എവിടെ ചെന്നാലും റോഡ് സൈഡ് തൊട്ടിട്ട് എല്ലാ ഷോപ്പിൽ വന്നാലും ഈ ഇളനീർ ഷേക്ക്, യെസ്, എന്ത് ടേസ്റ്റ് അവരുടെ ചെയ്യുന്ന ആ മറ്റേ എല്ലാ സ്പൈസ് മറ്റേതൊക്കെ ഉണ്ട്, ഏലക്കൈ അതും ഇതൊക്കെ ഇട്ടിട്ട് അവൽ മെൽക്കൂട്ട് അവര് നന്നായി നീറ്റായി ചെയ്യുന്ന അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ചെറിയ എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ പുതിയൊരു ടെക്നോളജി വെച്ച് അതിനെ നമ്മുടെ നാട്ടില് കിട്ടാനില്ല. നമ്മുടെ കയ്യിൽ കിട്ടാൻ നമ്മളെ കയ്യിൽ എല്ലാ സാധനങ്ങളും പക്ഷെ അത് ഉപയോഗിക്കാൻ അറിയുന്നില്ല ഇപ്പോഴത്തെ തലമുറയ്ക്ക്. അതെ അതെ. ഉണ്ട്. ഇപ്പൊ തന്നെ ഒരു ചാക്കിൽ കിട്ടിയിട്ട് ഞാൻ ഇത്ര നേരം ഇല്ല വീട്ടിൽ കഴിക്കാൻ പറ്റില്ല. അത് എന്റെ ഒരു ആരോഗ്യം തിന്നു. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് എനിക്കും കഴിക്കാൻ പറ്റില്ല. ഞാൻ റോഡ് സൈഡിൽ വാങ്ങിച്ച് കഴിക്കുകയാണ്. പനന്നൊന്നും തൊട്ട് കൂമ്പ് അതിപ്പോ എല്ലാം ഏകദേശം ഉള്ള സ്ഥലങ്ങളിലൊക്കെ വാങ്ങിച്ച് പാലക്കാട്ടുകാരായതുകൊണ്ട് നമുക്കറിയും പനംകൊമ്പ് വരണ്ട. വെളിയിലുള്ളവർക്ക് അയ്യോ അറിയില്ല. മറ്റുള്ള ജില്ലകളിലൊക്കെ ഉറുമ്പുള്ളി കയറിയുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോ, നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ ഒരു പ്രത്യേക കാര്യം, ആരെങ്കിലും ലോൺ അപേക്ഷിച്ച് കൊട്ടേഷൻ കൊടുക്കണമെങ്കിൽ നമ്മളെ ശരി. മിഷണറി കൊട്ടേഷൻ എവിടെയാണത്? മലബാർ അസോസിയേറ്റ് ഉണ്ട്. കുറെ ഏതെങ്കിലുമൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള. അപ്പൊ അങ്ങനെ കുറെ നമ്മൾ നല്ല രീതിയിൽ ഒക്കെ നീറ്റായി അദ്ദേഹത്തിനൊക്കെ ഒന്ന് ആവശ്യമാണ്. കാരണം ഒന്ന് അയാളെ രക്ഷപ്പെടുത്തി വിടണം. കാരണം PM അവിടെ ഒരു കാണാറുണ്ടായിരുന്നു. ഞാൻ 6 വർഷം മുമ്പ് പുള്ളിന്റെ അതിൽ കൂടെ കടന്നു പോകും. അപ്പൊ കുറച്ചും കൂടി ഈ മാർക്കറ്റിംഗിലും കൂടെ വന്ന് ചെറിയ ലോൺ ഏത് ലോണും എടുത്തിട്ടില്ലല്ലോ. എടുത്തേ പോയി മുന്നോട്ട് സിബിൽ സ്കോർ കുറച്ച് ഇഷ്യൂസിന്റെ സിവിൽ സ്കോർ മസ്റ്റ് ആട്ടോ. എല്ലാവരും സിവിൽ സ്കോർ ചെക്ക് ചെയ്യണേ. അത് ചെക്ക് ചെയ്തിട്ട് 725 മുതൽ 50 കയറിയാൽ മാത്രമേ അത് കൂട്ടാൻ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതായത് ഈ ചെറിയ ചെറിയ ലോണ് 1500 രൂപ കൊടുത്ത് മിക്സി EMI വാങ്ങിക്കുക. അപ്പൊ 150-200 രൂപ മാസം അടവ് വരുള്ളൂ. അപ്പൊ ഇങ്ങനെ കുറച്ച് അതങ്ങനെ കുറച്ച് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അത് ചെയ്യുന്ന ഏജൻസികളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ലോൺ എടുത്തിട്ട് 5000 രൂപ 7000 രൂപ 6000 രൂപ EMI വാങ്ങിച്ചിട്ട് അത് അടച്ചു കൊടുക്കുക. അപ്പൊ കൃത്യമായി അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ സിബിൽ സ്കോർ 1000, 1200, 1600 ആ റേഞ്ചിലേക്ക് കയറും. അതായത് എമൗണ്ടിലല്ല ഈ പ്രശ്നം, എത്ര ഭാഗത്തുനിന്ന് ലോൺ എടുത്തിട്ട് എത്ര ലോണ് കൃത്യമായിട്ട് അടയ്ക്കണം എന്നുള്ളതാണ്. അത് മതി സിബിൽ സ്കോർ കൂടും. പണയം വെക്കുക, പണയം വെച്ച് കൃത്യമായിട്ട് അടയ്ക്കുക. ചെറിയ എമൗണ്ട് ആണെങ്കിൽ അങ്ങനെ കുറെ ഒരു 5-6 സാധനങ്ങൾ ചെയ്താൽ തന്നെ ഈ പറയുന്ന സിബിൽ സ്കോർ അത് നോക്കരുത്. സിബിൽ സ്കോർ നോക്കുന്തോറും ഓരോ തവണയും 10% സിബിൽ സ്കോർ കമ്മിയാവും, മൈനസ് ആവും. അതാണ് ആധാർ കാർഡ് ആർക്കും കൊടുക്കണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ ലോണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കും, ആ ആധാർ കാർഡ് കോപ്പി അയക്കുക, നമ്പർ അവര് അപ്പൊ തന്നെ സിബിൽ സ്കോർ നോക്കും. അപ്പൊ അതൊന്നും കൊടുക്കരുത്. ഫിനിഷ് ചെയ്യണമെന്നില്ല, കൃത്യമായി അടയ്ക്കണം. കൃത്യമായി അടയ്ക്കുക എന്നുള്ളതാണ്. അടയ്ക്കുന്നതല്ല, അടച്ച് കൂടില്ല. സബ്സിഡി 3 വർഷം കഴിയണം. 3 വർഷം വരെ നിങ്ങളുടെ സബ്സിഡി ബാങ്കിലേക്ക് വരും. നിങ്ങളുടെ പേരിൽ അവിടെ FDI ആയിട്ട് അവിടെ കിടക്കും. FDI 3 വർഷം കഴിഞ്ഞ് ആ എമൗണ്ടിനും
അതേ ഇത് തുല്യമായ എമൗണ്ട് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 35% ലോണ്, അല്ല 35% സബ്സിഡി, 5% നമ്മളുടെ വിഹിതം ഓൺ കോൺട്രിബ്യൂഷൻ. അതപ്പോ ഇത്ര 35 പ്ലസ് 40 കഴിഞ്ഞാൽ 60% മാത്രമേ നമുക്ക് ലോൺ അടയ്ക്കേണ്ടതുള്ളൂ. അതിന് മാത്രം ഇൻട്രസ്റ്റും കൊടുത്താൽ മതി. ഈ 35-40% നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഇൻട്രസ്റ്റ് ഇല്ലാതെ ഉള്ളത്. അത് 3 വർഷം വരെ അങ്ങനെ തന്നെ. മുഴുവൻ തുക 40 പറഞ്ഞാൽ നമ്മുടെ 5% നമ്മുടെ അല്ലേ. പിന്നെ 35% മുഴുവൻ നമ്മളെ ലോൺ എമൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. അഡ്ജസ്റ്റിംഗ് ആണ് നടക്കും. പൈസയായിട്ട് തരില്ല. അപ്പോഴേക്ക് നമ്മൾ ആ ലെവലിൽ എത്തും. അത് 3 വർഷം കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞാൽ ലോൺ എമൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. യൂണിറ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്തതിന്റെ റിപ്പോർട്ടും ഇല്ല. അതിനില്ല. അത് FD ആയിട്ടല്ല, അതിനുമില്ല. മറ്റേ ഈ അതിനല്ലേ 40% വരെ ഇല്ല. 60% മാത്രം 60% മാത്രമേ ഇൻട്രസ്റ്റ് അത് ലോൺ നോക്കുമല്ലോ. അത് ബാങ്കുകാർ എല്ലാം മിക്കവാറും അതങ്ങനെയല്ല. സിബിൽ സ്കോർ നിങ്ങൾ എവിടെയെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ സിബിൽ സ്കോർ നമ്മൾ പലയിടത്തും ലോൺ എടുത്ത് കൃത്യമായിട്ട് അടയ്ക്കാതെ വരുന്ന സമയത്താണ് സിബിൽ സ്കോർ മൈനസ് ആകുന്നതിന്റെ കാരണങ്ങൾ. 750 എഴുന്നേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാങ്കുകാർ 100% ലോൺ തരും.